എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വായിച്ചു തുടങ്ങിയത് ജെയിംസ് റേയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സമ്പന്നനാകുക എന്നത് ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾ കാത്തറൈൻ പോണ്ടറുടെ ബൈബിളിലെ കോടീശ്വരന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഈ വിശിഷ്ടമായ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും, അബ്രഹാം, ഐസക്, ജേക്കബ്, ജോസഫ്, മോസസ്, യേശു ഇവരെല്ലാം സമ്പന്നതയുടെ പ്രചാരകരായിരുന്നു എന്നു മാത്രമല്ല, അവരെല്ലാം കോടീശ്വരന്മാരായിരുന്നു. അവരുടെ ധനാഢ്യമായ ജീവിതശൈലി ഇന്നത്തെ പല കോടീശ്വരന്മാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ്. ഐശ്വര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെ സമൃദ്ധി കൈവരിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. ഇപ്പോൾ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആണ് താക്കോൽ. ഈ താക്കോൽ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മാർസി ഷിമോഫ് പറയുന്നു, പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം ആളുകൾ ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അവർക്ക് വലിയ വീട് വേണം, ബിസിനസ്സിൽ വിജയിക്കണം, അതുപോലുള്ള ബാഹ്യമായ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ ഞങ്ങളുടെ ഗവേഷണ പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ബാഹ്യമായ കാര്യങ്ങളെല്ലാം നേടിയാലും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത്, അതായത് മാനസികമായ സുഖാനുഭവം ലഭിക്കും എന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. ബാഹ്യമായ കാര്യങ്ങൾ നേടിയാൽ സന്തോഷം, സുഖാനുഭവം ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അത് പശ്ചാത്തലം മാത്രമാണ്. ആന്തരികമായ ആഹ്ലാദമാണ് തേടേണ്ടത്. ആന്തരികമായ ശാന്തി, ദർശനം ആദ്യം നേടുക. ബാഹ്യമായവയെല്ലാം തനിയെ പ്രത്യക്ഷമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആന്തരികമായതാണ്. ബാഹ്യലോകം പ്രതീതികളുടെ ലോകമാണ്. അത് ചിന്തകളുടെ ഫലം മാത്രമാണ്. നിങ്ങളുടെ ചിന്തകളെ, മനസ്സിൻ്റെ തരംഗങ്ങളെ സന്തോഷത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് ക്രമീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും ആനന്ദവും പുറത്തേക്ക് വികിരണം ചെയ്യുക. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ പ്രപഞ്ചത്തിലേക്ക് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ യഥാർത്ഥ സ്വർഗീയ അനുഭൂതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാം. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നാളെ മുതൽ ഞാൻ അടുത്ത ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്